ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. നമ്മുടെ ചാപ്റ്റർ 1-ൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കുറച്ച് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള ഏരിയാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു ചാപ്റ്റർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പഠിക്കാനുള്ള പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഇപ്പം മിസ് പറയാനായിട്ട് പോകുന്ന കാര്യങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എക്സാമിന് പോകുന്നതിന് മുന്നേ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാം എന്നൊക്കെ തോന്നും, പക്ഷെ ചില കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യരുത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നതായിട്ടും പിന്നെ നമുക്ക് വായിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇന്ന സാധനങ്ങളൊക്കെ ചിലപ്പം വരുമായിരിക്കും എന്ന കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, ക്ലാസ് അടിപൊളിയായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പം ആദ്യം തന്നെ എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറയുന്ന ഒരു ചോദ്യം ചിലപ്പോൾ 2 മാർക്സിന് അല്ലെങ്കിൽ 3 മാർക്സിനൊക്കെ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 മാർക്സിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ, നിങ്ങൾക്ക് കണ്ണും പൂട്ടി നിങ്ങൾക്ക് എഴുതാം. അപ്പം ഇതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയി നിങ്ങൾക്ക് ഉള്ള മാർക്കും കൂടെ പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആൻസർ ഷീറ്റ്സിലും കാണുന്നതാണ് വ്യത്യാസം, ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതി വെക്കുക. അപ്പോൾ അതുകൊണ്ട് ഓർത്ത് എന്തെങ്കിലുമൊക്കെ ട്രിക്കിലൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എഫക്റ്റീവ്നെസ്. ആ ഒരു വാക്കിലെ കുറച്ച് ലെറ്റേഴ്സ് ഞാൻ എടുക്കുവാണ്. എഫക്റ്റീവ്നെസ്സിലെ TIVE എന്ന് മിസ് എഴുതിയിട്ടില്ലേ? ഈ ഡിഫറൻസ് ബിറ്റ്വീൻ തൂത്ത് കളയുവാണ്. ഓക്കെ, TIVE എന്ന് എഴുതിയിരിക്കുന്ന സാധനം വരുമ്പോൾ ഉടനെ ഓർക്കുക അതിനെ റിലേറ്റ് ചെയ്തുള്ള TIME എന്താണ്? ടൈമിനെ റിലേറ്റ് ചെയ്താണ് എഫക്റ്റീവ്നെസ് ഉള്ളത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, കംപ്ലീഷൻ ഓഫ് വർക്ക് ഓൺ ടൈം, കൃത്യസമയത്ത് നമ്മുടെ ജോലി ചെയ്ത് തീർക്കുന്നു. അങ്ങനാണെങ്കിൽ ആ ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ആ ജോലി ചെയ്ത് തീർത്ത വ്യക്തി വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്തു എന്ന് നമുക്ക് പറയാം അല്ലെ? അപ്പം അതിനെ നമുക്ക് എഫക്റ്റീവ്നെസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നീടുള്ളതാണ് ഇറ്റ് ഇസ് എ മെഷർ ഓഫ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഹൗ ടാസ്ക് ആർ പെർഫോംസ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് പ്രൊഡക്ടിവിറ്റിനെ മെഷർ ചെയ്യുന്നുണ്ട്, എങ്ങനെ എന്തുമാത്രം നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അത് പെർഫോം ചെയ്തിരിക്കുന്നത് എന്ന കാര്യം അനലൈസ് ചെയ്യുന്നുണ്ട്. എഫിഷ്യൻസിയുടെ കേസിൽ അപ്പം നമ്മൾ എഫക്റ്റീവ്നെസ് പഠിച്ചു കേട്ടോ, 2 പോയിന്റ് നമ്മൾ പഠിച്ചു. ഇനി എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കുക, റിസോഴ്സസ് എന്നൊരു വാക്ക് നിങ്ങൾ ഓർത്ത് വെക്കുക. കംപ്ലീഷൻ ഓഫ് വർക്ക് വിത്ത് മിനിമം റിസോഴ്സസ്, ഏറ്റവും കുറവ് നിങ്ങളുടെ കയ്യിലുള്ള മിനിമം റിസോഴ്സ് വെച്ച് നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുന്നതിനെ നമ്മൾ എഫിഷ്യൻസി എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇപ്പം സപ്പോസ് നിങ്ങൾക്കിപ്പം പഠിക്കാനായിട്ട് ഇപ്പം വേറെ ഓപ്പർച്യൂണിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ നമ്മുടെ പ്ലാറ്റ്ഫോം പോലെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ക്ലാസ്സസ് നിങ്ങൾ കേട്ട് നിങ്ങൾ അതിലൂടെ പഠിച്ച് ഫുൾ മാർക്സ് മേടിച്ചു. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും നിങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് ഈ ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തു അല്ലെ? കാരണം എന്താണ്, നിങ്ങൾക്കുള്ള ഒരു മിനിമം റിസോഴ്സ് വെച്ച് നിങ്ങൾ മാക്സിമം കഷ്ടപ്പെട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പം അതിന്റെ കൂടെ ഉള്ള ഒരു പോയിന്റ് ആണ് ഇറ്റ് ഇസ് എ മെഷർ ഓഫ് ദ ക്വാളിറ്റി ഓഫ് ദ റിസൾട്ട്. ആ ഒരു റിസൾട്ടിന്റെ ക്വാളിറ്റിയാണ് അവർ അസസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എഫക്റ്റീവ്നെസ് TIVE വരുമ്പോൾ TIME ഓർത്ത് വെക്കുക, ടൈമിനെ റിലേറ്റ് ചെയ്താണ്, വർക്ക് കറക്റ്റ് കൃത്യസമയത്ത് ചെയ്തു തീർക്കുന്നുണ്ടോ എന്ന കാര്യം നോക്കുന്നു. എഫിഷ്യൻസി ആണെങ്കിൽ മിനിമം റിസോഴ്സ് വെച്ച് അവർ ചെയ്യുന്നുണ്ടോ എന്ന കാര്യങ്ങൾ നോക്കുന്നു. ഓക്കെ, അപ്പം ഈ പോയിന്റ്സ് എൻ്റെ കുഞ്ഞുങ്ങൾ മറക്കരുത്, 2-3 മാർക്കിനൊക്കെ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് മാനേജ്മെന്റ്. ബിസിനസ് മാനേജ്മെന്റ് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കും. 4 മാർക്സിനാണെങ്കിൽ 4 പോയിന്റ് എഴുതുക, അതിന്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഡൗട്ട് ഉള്ളൊരു സാധനമാണ്, പോയിന്റ് മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമോ മിസ്സേ? പോയിന്റ് മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടത്തില്ല, തിയറി പേപ്പർ ആണ്. അപ്പോൾ ഒരു ലൈൻ അല്ലെങ്കിൽ 2 ലൈനെങ്കിലും ഉള്ള ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ, ഇപ്പൊ ചെറിയൊരു സാധനം. ഇപ്പൊ എന്താണ് ഫസ്റ്റ് വൺ, കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ന് ഞാൻ ബിസിനസ് മാനേജ്മെന്റ് ചെയ്തു, നാളെ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, അത് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ചില സമയത്ത് ഇന്ന് ഞാൻ പഠിക്കും നാളെ ഞാൻ പഠിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന്റെ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു ബിസിനസ് കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മാനേജ് ചെയ്യുവാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കും. രണ്ടാമത്തെയാണ് ഡൈനാമിക് ഫംഗ്ഷൻ. ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ചേഞ്ചസ് ഇങ്ങനെ വരും അല്ലെ? അപ്പം നമുക്ക് ബിസിനസ്സിൽ കൂടുതലും കാണപ്പെടുന്ന ഒരു ചേഞ്ചസ് ചിലപ്പം അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്സ് ചേഞ്ചസ് വരും, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ കോസസ് ഉണ്ട് അല്ലെ? ഡൈനാമിക്സ് ആയിട്ട് ഇങ്ങനെ ഡൈനാമിക് ചേഞ്ചസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ തരണം ചെയ്യാനായിട്ട് ഒരു ബിസിനസ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുവാണെങ്കിൽ നമുക്കത് സാധിക്കും. ഓക്കെ, മൂന്നാമത്തെയാണ് ഗോൾ ഓറിയന്റഡ്. ആർക്കാണ് ഗോൾ ഇല്ലാത്ത?
ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് മെയിൻ ആയിട്ട് കുറേ ഗോൾസ് കാണും. നല്ല പ്രോഫിറ്റ് വേണം, ബിസിനസ് നന്നായിട്ട് വളരണം, നല്ല ഗ്രോത്ത് വേണം എന്ന കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കും അല്ലെ. അപ്പം അങ്ങനെ ഒരു ഗോൾ ഓറിയന്റഡ് പ്രോസസ്സിലേക്ക് എത്തുവാനും അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുവാനും നമ്മുടെ ബിസിനസ് മാനേജ്മെന്റ് സഹായിക്കും. മാനേജ്മെന്റ് ഓഫ് വർക്ക്, നമ്മൾ പ്രോപ്പറായിട്ട് വർക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ, അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ആ ഒരു ബിസിനസ് ക്യാരി ഓൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെ ഒക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നു. മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. ഓൾ പെർവാസീവ് ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പെർവാസീവ് ഇൻ നേച്ചർ. കാരണം എന്താണ്, ടോപ്പ് ലെവൽ ടു ബോട്ടം ലെവലുള്ള ആൾക്കാർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമാണ് ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അതിപ്പം ഒരു ബിസിനസ് ആയിക്കോട്ടെ, ഒരു നോൺ ബിസിനസ് ആയിക്കോട്ടെ, എവിടെയും ഈ മാനേജ്മെന്റ് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് എന്റർപ്രൈസിന് ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കാര്യമാണ്. തൂണിലും തുരുമ്പിലും ബിസിനസ് മാനേജ്മെന്റ് ഉണ്ട്. അടുത്തതാണ് മൾട്ടി ഡയമെൻഷണൽ. ഓക്കെ, അപ്പം ഇത്രയും പോയിന്റ്സ് ആണ്. ഇതിൻ്റെ അകത്തുനിന്ന് 4 പോയിന്റ്സ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന 4 പോയിന്റ്സ് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചാൽ മതി. ഈ 4 പോയിന്റ്സിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷനും എൻ്റെ കുഞ്ഞുങ്ങൾ കൊടുക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത നോക്കിക്കേ, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്. ഒരു മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാം എന്നൊരു ചോദ്യം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. 3 മാർക്സിന് നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ 3 ഒബ്ജക്റ്റീവ്സ് ആണ് നമുക്കുള്ളത്. ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എയിം അല്ലെങ്കിൽ ഗോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ആദ്യത്തെ എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ആണ്. എന്താണ്? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ആണ്. അപ്പം അതിൻ്റെ അകത്തും കുറച്ച് സബ് ഡിവിഷൻസ് ഉണ്ട്. അത് എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. അപ്പം ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇറ്റ് ഇസ് ദ ഒബ്ജക്റ്റീവ് ദാറ്റ് എയിംസ് പ്രോസ്പെറിറ്റി ആൻഡ് ഗ്രോത്ത് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നശിച്ചു പോകണമെന്ന് വിചാരിച്ച് ആരും തുടങ്ങത്തില്ല അല്ലെ. നല്ല രീതിയിൽ വളരണം, അതെല്ലാവരിലേക്കും എത്തണം എന്ന ആഗ്രഹമായിരിക്കും നമുക്കുള്ളത്. പ്രോഫിറ്റ് വേണം അല്ലെ, ഗ്രോത്ത് വേണം അല്ലെ, അല്ലെങ്കിൽ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരിക്കും നമ്മുടെ മുന്നിലുള്ളത്. അത് തന്നെയാണ് ഈ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്. ഫസ്റ്റ് വണ്ണാണ് സർവൈവൽ. സർവൈവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു മാർക്കറ്റിൽ, അതായത് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ചുമ്മാ ഇങ്ങനെ കടയിൽ പോയി പിടിച്ചു നിൽക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ കൂടെ ഇവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റണം അല്ലെ. ആൾക്കാർ ഇവരെ അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ അതാണ് പറയുന്നത് സർവൈവൽ ഇസ് ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് എവറി ഓർഗനൈസേഷൻ. സർവൈവ് ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നതാണ് ഏതൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്റർപ്രൈസിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് പോസിബിൾ ഓൺലി വെൻ ഇറ്റ് ഇസ് ഏബിൾ ടു കവർ ഇറ്റ്സ് കോസ്റ്റ് ആൻഡ് ഏൺ പ്രോഫിറ്റ്. അവർ മുടക്കിയ പൈസ അവർക്ക് തിരിച്ചു കിട്ടാനായിട്ടുള്ള ആ ഒരു എന്താണ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയും അതുപോലെ തന്നെ പ്രോഫിറ്റ്. അത് ഇപ്പൊ നമ്മൾ ഒരു 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു, അല്ലെങ്കിൽ അത് വെച്ച് ഞാൻ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് 50 രൂപ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നഷ്ടമാണ്. ബാക്കി 50 രൂപ എന്ന് പറയുന്നത് നഷ്ടമാണ്. അതേസമയം 100 രൂപയ്ക്ക് ഞാൻ കുറച്ച് സാധനം വാങ്ങിച്ച് ഒരു സാധനം ഉണ്ടാക്കി ഞാൻ ആൾക്കാർക്ക് വിൽക്കുവാണെങ്കിൽ എനിക്ക് 200 രൂപ കിട്ടുവാണെങ്കിൽ അതിൽ 100 രൂപ എന്ന് പറയുന്നത് എനിക്ക് പ്രോഫിറ്റ് ആണ് അല്ലെ. അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനും പറ്റണം, അവർ മുടക്കിയ പൈസ അവർക്ക് നല്ല രീതിയിൽ കവർ ചെയ്യാനും പറ്റണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ബിസിനസ്സിന് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെയാണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ലാഭം കിട്ടുക അല്ലെ. നമുക്ക് പ്രോഫിറ്റ് ഇല്ലാതെ ഒരു ബിസിനസ് ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് എവറി ഓർഗനൈസേഷൻ എയിംസ് അറ്റ് ഏർണിംഗ് മാക്സിമം പ്രോഫിറ്റ്. അവർക്ക് കിട്ടാവുന്നതിന്റെ മാക്സിമം പ്രോഫിറ്റ് അവർക്ക് വേണം. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ റിവാർഡ് ഓഫ് ദ റിസ്ക്. അവരെടുക്കുന്ന റിസ്കിന്റെ റിവാർഡ്, പ്രതിഫലമായി കിട്ടുന്നതിനെയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് നിങ്ങൾ എക്സാമിന്റെ തലേ ദിവസം നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല, അപ്പൊ നിങ്ങൾ റിസ്ക് എടുക്കാനായിട്ട് പോവാണ്. ഒന്ന് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചില്ല, അപ്പൊ നിങ്ങൾ ഒരു റിസ്ക് എടുക്കുക. ഇന്ന് ഞാൻ ഉറങ്ങാതിരുന്ന് ഞാൻ പഠിക്കും, ഞാൻ നാളത്തെ എക്സാമിന് അടിപൊളിയായിട്ട് എഴുതുന്ന ഒരു എയിം വെച്ചിട്ട് നിങ്ങൾ ഇരുന്ന് അങ്ങ് പഠിക്കുവാണ്. നിങ്ങൾ ഉറങ്ങിയില്ല, നിങ്ങൾ എക്സാം ഹാളിൽ പോയി തകർത്ത് പരീക്ഷ എഴുതി മാർക്ക് കിട്ടിയപ്പോൾ ഫുൾ മാർക്ക് അല്ലെ. അപ്പം അവിടെ നിങ്ങളൊരു റിസ്ക് ആണ് എടുത്തത്. റിസ്ക് എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാ? നിങ്ങൾക്ക് വേണമെങ്കിൽ പിറ്റേ ദിവസം ഒരു ദിവസം ഉറങ്ങാതിരുന്നുകൊണ്ട് വേണമെങ്കിൽ വയ്യാതാവാം, അല്ലെങ്കിൽ എക്സാം ഹോളിൽ ഇരുന്ന് ഉറങ്ങിപ്പോകാം അല്ലെ. ഇതൊന്നും സംഭവിച്ചില്ല, നിങ്ങൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു, നല്ല മാർക്കും കിട്ടി അല്ലെ. അപ്പൊ നിങ്ങൾ എടുത്ത റിസ്കിന് ഒരു തിരിച്ച് റിട്ടേൺ അല്ലെങ്കിൽ ഒരു റിവാർഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു കാര്യമാണ് ഫുൾ മാർക്സ് അല്ലെ. അപ്പം അതുപോലെ തന്നെ ഒരു ബിസിനസ് ഒരു റിസ്ക് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു എന്താണ് റിവാർഡ് എന്ന് പറയുന്നതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എസെൻഷ്യൽ ഫോർ സർവൈവൽ, ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ് സർവൈവ് ചെയ്യുന്നു, ഒരു ബിസിനസ് ഗ്രോ ചെയ്യുന്നു, ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നു, ഒരു ബിസിനസ് പലയിടങ്ങളിലേക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? നല്ല പ്രോഫിറ്റ് കിട്ടുന്നുള്ളതുകൊണ്ട് മാത്രമാണ്. അടുത്തതാണ്
അടുത്തതാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വളർച്ച. വളർച്ച വളരെ അത്യാവശ്യമാണ് അല്ലെ. അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എവറി ഓർഗനൈസേഷൻ ഇസ് ഗ്രോത്ത് അല്ലെ. ഒരു മെയിൻ ഒബ്ജക്റ്റീവിലെ ഒരാൾ തന്നെയാണ് ഈ ഗ്രോത്ത് എന്ന് പറയുന്നത്. സക്സസ് ഓഫ് എ ബിസിനസ് ഇസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഗ്രോത്ത് ഇസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് സെയിൽസ് വോളിയം ആൻഡ് പ്രോഫിറ്റ്. ഇവിടെ പറയുന്നുണ്ട് സക്സസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ ആ ബിസിനസ് നന്നായിട്ട് വളരണം അല്ലെ. പല സ്ഥലങ്ങളിലായിട്ട് ആ ഒരു ബിസിനസിന്റെ ഓരോരോ ബ്രാഞ്ചുകളൊക്കെ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ പറയും ഓഫ് ആ ബിസിനസ് വളർന്നു പോവാ അല്ലെ, അങ്ങനെ നമ്മൾ പറയും. അപ്പം ആ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ആ ഒരു ഗ്രോത്ത് കണ്ടാണല്ലോ നമ്മൾ സക്സസ്ഫുൾ ആണ് എന്ന് പറയുന്നത്. ആ ഗ്രോത്ത് എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇറ്റ് ഈസ് മെഷേർഡ് ആസ് ദ ടേം ഓഫ് സെയിൽസ് വോളിയം ആൻഡ് പ്രോഫിറ്റ് അല്ലെ. നല്ല സെയിൽസ് നടക്കുന്നുണ്ട്, അവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ ഒരു ബിസിനസ് നല്ല ഗ്രോത്ത് ഉണ്ട് എന്ന് പറയാം. ഇത് മൊത്തത്തിൽ നോക്കിയാണ് ആ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആണ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രോത്തിന്റെ പോയിന്റും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് 3 എണ്ണമാണ്. അപ്പോൾ ഫസ്റ്റ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് നമ്മൾ പഠിച്ചു. അടുത്തതാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്. എന്താണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്? നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ച സോഷ്യൽ അല്ല, ഇനി അതെല്ലാം മായ്ച്ചു കളഞ്ഞോ. ഇനി സോഷ്യൽ എന്ന് പറയുമ്പോൾ സൊസൈറ്റി എന്ന കാര്യം ഓർക്കുക. ഓക്കെ, ഇറ്റ് മീൻസ് ക്രിയേഷൻ ഓഫ് ബെനിഫിറ്റ്സ് ടു ദ സൊസൈറ്റി. നമ്മുടെ ഒരു ബിസിനസ് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് കൊടുക്കുന്ന ഗുഡ്സും സർവീസും വാങ്ങിക്കാൻ ആള് വേണം അല്ലെ. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സൊസൈറ്റിയിലെ ഓരോ ആൾക്കാരും. അപ്പം അവർക്ക് എന്തെങ്കിലും നല്ല ബെനിഫിറ്റ്സ് കൊടുക്കണ്ടേ? നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന പോലെ തന്നെ തിരിച്ച് അവർക്ക് റിട്ടേൺ എന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പം അതാണ് ഇവിടെ പറയുന്നത് മെയിൻ സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ. സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് ഒക്കെ കുറച്ച് അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കുറച്ച് നമ്മുടെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഓഫറിംഗ് ക്വാളിറ്റി പ്രൊഡക്ട്സ്, നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കൊടുക്കുക. അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് അവരെ ചതിക്കുന്നതിന് തുല്യമാണ് അല്ലെ. അപ്പം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുക. ബേസിക് കമ്മ്യൂണിറ്റീസ് ലൈക്ക് സ്കൂൾസ്, ഹോസ്പിറ്റൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് സൊസൈറ്റിയൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. 3ാമത്തെയാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ്, ഒരു എയിം കാണും അല്ലെ. എനിക്ക് നല്ല സാലറി വേണം, ആ സാലറി വെച്ചൊരു വീട് വെക്കണം, അല്ലെങ്കിൽ ഒരു കാർ വെക്കണം, അല്ലെങ്കിൽ ഒരു സോളോ ട്രിപ്പിന് പോകണം എന്നൊക്കെ കുറേ ആഗ്രഹങ്ങൾ കാണും അല്ലെ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഓർഗനൈസേഷൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെന്റ് ഇൻഡിവിജ്വൽ വിത്ത് ഡിഫറെന്റ് നീഡ്സ് അല്ലെ. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഓരോ ആൾക്കാരെ പ്ലേസ് ചെയ്യുന്നുണ്ട് ജോലി എടുക്കാൻ. അപ്പം ആ ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ്, അവർക്ക് വേണ്ട ആവശ്യങ്ങളും അല്ലെങ്കിൽ അവരുടെ തിങ്കിങ്ങും എല്ലാം ഡിഫറെൻ്റ് ആണ് അല്ലെ. ദർ അൾട്ടിമേറ്റ് എയിം ഇസ് ടു സാറ്റിസ്ഫൈ ദി പേഴ്സണൽ നീഡ്. അപ്പം ആ ഒരു ബിസിനസ് എന്റർപ്രൈസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് അവരുടെ ഒരു പേഴ്സണൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുന്നു അല്ലെ. അപ്പം അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് തന്നെയാണ്. അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു, അതുകൊണ്ട് എന്താണ് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ പറയുമ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളും തിരിച്ച് നല്ല വർക്ക് ചെയ്ത് അവർക്ക് കൊടുക്കണം അല്ലെ. അപ്പം എംപ്ലോയീസ് ലൂസ് ദെയർ ഇൻട്രസ്റ്റ് വെൻ ദ പേഴ്സണൽ ഒബ്ജക്റ്റീവ് ആർ നോട്ട് സാറ്റിസ്ഫൈ. ഈ ഒരു ജോലി മടുത്ത് പോകണം അല്ലെങ്കിൽ ജോലി മടുത്തു ഇനി വേറെ സ്ഥലത്ത് പോകണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ഇൻഡിവിജ്വൽ നീഡ്സ് അവിടെ സാറ്റിസ്ഫൈ ആവുന്നില്ല, അവർക്ക് കിട്ടേണ്ട ഇമ്പോർട്ടൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ആൾക്കാർ അവിടെ നിന്ന് പോകുന്നത് അല്ലെങ്കിൽ ആ ജോലി ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുന്നത്. മാനേജ്മെന്റ് ഹാസ് ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾ അലോങ് വിത്ത് ദ പേഴ്സണൽ ഗോൾ. ഇവിടെ പറയുന്നുണ്ട് മാനേജ്മെന്റ് അവരുടെ സ്വന്തം ഗോളുകൾ മാത്രം അച്ചീവ് ചെയ്താൽ പോരാ, അവിടെ ജോലി ചെയ്യുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ ഗോളും കൂടെ അച്ചീവ് ചെയ്യുന്ന രീതിയിൽ വേണം അവർ ഗോൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടി. ദിസ് ക്യാൻ ബി ഡൺ ബൈ എങ്ങനെയൊക്കെയാണ്? പ്രൊവൈഡിങ് ഗുഡ് സാലറി ആൻഡ് അതർ പെർക്വിസിറ്റ്സ്, അതായത് നല്ല ശമ്പളം കൊടുക്കുക, അവർ ചെയ്യുന്ന പണിക്കൊത്ത ശമ്പളം കൊടുക്കുക. ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്. ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല വർക്കിംഗ് എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് അവിടെ നിൽക്കാൻ തോന്നും, അവിടെ നിന്ന് പോകാൻ നമുക്ക് തോന്നത്തില്ല. അപ്പോൾ അതുപോലെ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ വന്നാലും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു ബിസിനസ്സിന്റെ കൂടെ ആയിരിക്കും നിൽക്കുന്നത്. അല്ലാതെ അയ്യോ ഞാൻ മടുത്തു, ഞാൻ ചെയ്യുന്ന പണിക്കൊത്ത് എനിക്ക് അപ്രീസിയേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് മാറേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരത്തില്ല. നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് ഒരു ബിസിനസ് കടന്നു പോകുന്നതെങ്കിലും നമുക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കാനായിട്ടുള്ളൊരു മനസ്സ് വരും. 3ാമത്തെയാണ് സെൽഫ് റെസ്പെക്ട് ആൻഡ് പിയർ റെക്കഗ്നിഷൻ. അതായത് നമുക്കൊരു സെൽഫ് റെസ്പെക്ട് ഉണ്ട്, നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്റ്റിനെ കോട്ടം തട്ടുന്ന രീതിയിലൊന്നും അവിടുന്ന് അവരുടെ ഭാഗത്തു നിന്ന് വരരുത്. അതുപോലെ തന്നെ പിയർ റെക്കഗ്നിഷൻ, കൂടെയുള്ള ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അനുമോദിക്കത്തില്ലേ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതാണെങ്കിൽ പേഴ്സണൽ ഒബ്ജക്റ്റീവും അവിടെ ടിക്ക്.
സാറ്റിസ്ഫൈഡ് ആവും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ആ ഒബ്ജക്റ്റീവ്സ് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് വെറും 3 എണ്ണമേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അതുകൊണ്ട് പഠിക്കാതെ പോകരുത്. ഇത് സിമ്പിളാ എന്ന് വിചാരിച്ച് നിങ്ങൾ വിടരുത്. കാരണം ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പോയിന്റ്സ് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറയുന്നത്. അങ്ങനെയെങ്കിലും ഓർത്ത് വെക്കട്ടെ എന്ന് ഓർത്ത് കേട്ടോ. അപ്പം ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണോ? 4 മാർക്സ്. 4 മാർക്സിന് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒരു മാനേജ്മെന്റ് ആവശ്യമാണോ? ആവശ്യമാണ്. 5 പോയിന്റ് തന്നിട്ടുണ്ട്. 5 പോയിന്റിൽ ഫസ്റ്റ് 1 അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ് അല്ലേ? നമുക്ക് ഗ്രൂപ്പ് ഗോൾസ് കാണും, നമുക്ക് ഒന്നിച്ചുള്ള കുറേ ഗ്രൂപ്പ് ഗോൾസ് കാണും, അതെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യണം. ഇൻക്രീസ് എഫിഷ്യൻസി, രണ്ടാമത്തെ പോയിന്റ് ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. മൂന്നാമത്തെയാണ് ഇൻക്രീസ് എഫിഷ്യൻസി കേട്ടോ. രണ്ടാമത്തെയാണ് ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയിലാണ് നമ്മുടെ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ബിസിനസ് വന്നു കഴിഞ്ഞിട്ട് ആ സൊസൈറ്റി ഡെവലപ്പ് ചെയ്യണം എന്ന ആഗ്രഹം വേണം. അതൊക്കെ നമ്മുടെ ഒരു മാനേജ്മെന്റ് വരുന്ന സമയത്ത് അതൊക്കെ വരും. ഓക്കെ, ഇൻക്രീസ് എഫിഷ്യൻസി, വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കണം. നാലാമത്തെയാണ് അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. നേരത്തെ കണ്ട പോലെ തന്നെ പേഴ്സണൽ ഗോൾസ് കാണും, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് കാണും. അതൊക്കെ നല്ല ഒരു മാനേജ്മെന്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുവാണെങ്കിൽ എന്താണ്, നമുക്ക് നല്ല പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നതാണ് ഡൈനാമിക് ഓർഗനൈസേഷൻ. അതായത് ചേഞ്ചിങ് വരുന്ന അല്ലെങ്കിൽ ചേഞ്ചസ് വരുന്ന ഓർഗനൈസേഷനിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ലൊരു മാനേജ്മെന്റ് വേണം. അപ്പം ആ ഒരു മാനേജ്മെന്റ് വരുമ്പോഴത്തേക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നു ഇങ്ങനെ ഒരു ചേഞ്ചസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ റൂൾസ് മാറി, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വരാനായിട്ട് പോവാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ബിസിനസ്സിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അടുത്തതാണ് നേച്ചർ ഓഫ് മാനേജ്മെന്റ്. ഒരു മാനേജ്മെന്റിന്റെ നേച്ചർ എന്തെല്ലാം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട. നേച്ചർ ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ 500 പോയിന്റ് ഒന്നുമില്ല. നേച്ചർ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് 3 എണ്ണേ ഉള്ളൂ. ഒന്ന് മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്, ഒന്ന് മാനേജ്മെന്റ് ആസ് എ സയൻസ്, ഒന്ന് മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. ഈ 3 എണ്ണേ ഉള്ളൂ. 1, 2, 3. ഈ 3 എണ്ണേ ഉള്ളൂ. സിമ്പിൾ ആണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ്. മാനേജ്മെന്റ് ആർട്ടും സയൻസും മിക്കപ്പോഴും ചോദിച്ചിട്ടുണ്ട്. 3 മാർക്സിനും പിന്നെ 5 മാർക്സിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ അതിനനുസരിച്ച് പഠിച്ചിട്ടേ പോകുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മാനേജ്മെന്റ് ആസ് എൻ ആർട്ട് ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ആർട്ടും സയൻസും ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇത് രണ്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ടേ പോകാവുള്ളൂ. മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്. ആർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ സ്കിൽഫുൾ ആൻഡ് പേഴ്സണൽ ആപ്ലിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് നോളജ് ടു അച്ചീവ് എ ഡിസൈഡ് റിസൾട്ട്. അല്ലെ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു പേഴ്സണൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആക്കുന്നതിനെയാണ്, നമ്മുടെ എക്സിസ്റ്റിംഗ് നോളജിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആർട്ട് എന്ന് പറയുന്നത്. അല്ലേ, ഇപ്പം നമ്മളൊരു ഡാൻസ് ക്ലാസ് എടുക്കുവാണെങ്കിൽ ആ ഡാൻസ് ക്ലാസ്സിലെ 20 പിള്ളേരെയും ഒരു ടീച്ചർ തന്നെയായിരിക്കും പഠിപ്പിക്കുന്നത്. പക്ഷെ അവർ കളിക്കുന്ന കാണാനായിട്ട് ഡിഫറെൻ്റ് ആണ്. കാരണം എന്താണ്, അവരുടെ സ്കില്ല്, അവരുടെ പേഴ്സണൽ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഡിഫറെൻറ്റ് ലെവൽസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും തികച്ചും വ്യത്യസ്തകരമായി നിൽക്കുന്നത്. അപ്പം ആർട്ട് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു കോമൺ ആയിട്ടൊരു സാധനം എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അത് വേണമെങ്കിൽ നമുക്ക് സ്റ്റഡിയിലൂടെയും ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെന്റ്സിലൂടെയും അല്ലെങ്കിൽ എക്സ്പീരിയൻസിലൂടെയും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. പക്ഷേ അതിൻ്റെ കൂടെ കുറച്ച് സ്കിൽഫുൾ ആൻഡ് പേഴ്സണൽ ആപ്ലിക്കേഷനും കൂടെ ഇൻവോൾവ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഫീച്ചർ ഓഫ് ആർട്ട് ആസ് ഫോളോസ്. എന്താണ് ഇവിടെ പറയുന്നത്? എക്സിസ്റ്റൻസ് ഓഫ് തിയറിറ്റിക്കൽ നോളജ്. എന്താണ് ഇവിടെ പറയുന്നത്? ഇൻ എവറി ആർട്ട് സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് സ്റ്റഡി മെറ്റീരിയൽ ഷുഡ് ബി അവൈലബിൾ കമ്പൽസറി ടു അക്വയർ എ തിയറിറ്റിക്കൽ നോളജ്. ഇപ്പം നമ്മൾ പഠിക്കുന്ന ഒരു തിയറി സബ്ജക്റ്റ് ആണ് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന തിയറിറ്റിക്കൽ നോളജ് ആണ്. നിങ്ങൾക്ക് തിയറി അല്ലെങ്കിൽ ബുക്കിലൂടെ നിങ്ങളോട് പറഞ്ഞു തരുവാണ് ഒരു ബിസിനസ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു ബിസിനസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രോഫിറ്റ് കിട്ടുന്നത്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി റിട്ടേൺ ആയിട്ടുള്ള ഒരു സംഭവം കാണും. അതിനെയാണ് തിയറി എന്ന് വിളിക്കുന്നത്. ഈ പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുക, ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി അത് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയാം. അപ്പൊ ഇവിടെ പറയുന്നത് ഫസ്റ്റ് വൺ ആർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ എക്സിസ്റ്റൻസ് ഓഫ് എ തിയറിറ്റിക്കൽ നോളജ്. ഒപ്പം എല്ലാത്തിനും, അതിപ്പോൾ ഡാൻസിനായിക്കോട്ടെ, പാട്ടിനായിക്കോട്ടെ, ഡ്രോയിങ്ങിനായിക്കോട്ടെ, എല്ലാത്തിനും ഒരു തിയറിറ്റിക്കൽ നോളജ് ഉണ്ട്. ഓൾറെഡി റിട്ടേൺ ആയിട്ടുള്ള ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്ത സാധനം റിട്ടേൺ ആയിട്ട് എഴുതി വെച്ച ഒരു തിയറി നമ്മുടെ കയ്യിലുണ്ട്. എക്സാമ്പിൾ ലിറ്ററേച്ചർ ഉണ്ട്, ഡാൻസ് ഉണ്ട്, പബ്ലിക് സ്പീക്കിംഗ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെയാണ് പേഴ്സണലൈസ്ഡ്
ആപ്ലിക്കേഷൻ. ഇവിടെ പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ എന്താണ്? യൂസ് ഓഫ് ബേസിക് നോളജ് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ആൻഡ് ദസ് ആർട്ട് ഇസ് വെരി പേഴ്സണലൈസ്ഡ് കോൺസെപ്റ്റ്. ഇവിടെ പറയുന്നുണ്ട് പേഴ്സണലൈസ്ഡ് ആണ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ചിന്താഗതി, അവര് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് വ്യത്യസ്തകരമാണ് അല്ലെ. അപ്പം അതുകൊണ്ട് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഇതൊരു പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ ആണ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെയാണ് ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അക്കൗണ്ടൻസി ഒക്കെ കുറെ ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു രീതിയായിട്ട് നിങ്ങൾ ഫെമിലിയറൈസ് ആവാൻ വേണ്ടി. അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ട്, അപ്പൊ നിങ്ങളോട് പറയും പ്രാക്ടീസ് ചെയ്യുക, ഡാൻസ് ആണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക, പാട്ടാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുക എന്ന് നമ്മൾ പറയും അല്ലെ. സ്പീച്ച് ഒക്കെ ആണെങ്കിൽ പ്രാക്ടീസ് പറഞ്ഞു നോക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം എന്താണ്? ചെയ്താണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. ചിലപ്പോൾ നമുക്ക് ഒന്നും അറിയത്തില്ലായിരിക്കും, പക്ഷെ കുറെ പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നമുക്ക് സ്റ്റേജിലൊക്കെ ആദ്യമായിട്ട് കയറിയ ആൾക്കാർക്കൊക്കെ ആദ്യമേ വളരെ എക്സ്പീരിയൻസ് ആയിട്ടാണ് കയറുന്നത്? അല്ല, ഓരോ തവണയും സ്റ്റേജിൽ കയറിയാണ് അങ്ങനെ ശീലമാവുന്നത് അല്ലെ. അപ്പം അതുകൊണ്ട് തന്നെ പ്രാക്ടീസും അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റും ആവശ്യമാണ്. അപ്പൊ നോക്കിക്കേ, ഇപ്പൊ നമ്മൾ മാനേജ്മെന്റ് ആയിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പോകണേ. ദർ ഇസ് എ ലോട്ട് ഓഫ് ലിറ്ററേച്ചർ അവൈലബിൾ ഇൻ വേരിയസ് ഏരിയാസ് ഓഫ് മാനേജ്മെന്റ് ലൈക്ക് മാർക്കറ്റിംഗ്. ഇപ്പൊ നേരത്തെ നമ്മൾ ആർട്ടിനെ പറ്റി പഠിച്ചു. ഇനി ആർട്ടും മാനേജ്മെന്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് ലോട്ട് ഓഫ് ലിറ്ററേച്ചേഴ്സ് നമുക്ക് മാനേജ്മെന്റിനെ പറ്റി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മാനേജർ അച്ചീവ്സ് പെർഫെക്ഷൻ ആഫ്റ്റർ ലോങ് പ്രാക്ടീസ് അല്ലെ. കുറേ പ്രാക്ടീസിലൂടെയാണ് ഒരാൾക്കാരെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്റർപ്രൈസ് എങ്ങനെയാണ് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും മാനേജ്മെന്റ് ഒരു ആർട്ടാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലെ. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെയാണ് മാനേജ്മെന്റ് ആസ് എ സയൻസ്. സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്പെരിമെന്റ്സിലൂടെ നമ്മൾ അറിയുന്നു അല്ലെ. സയൻസ് ഇസ് എ സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ് ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ ജനറൽ ട്രൂത്ത്സ് വിച്ച് ക്യാൻ ബി ടെസ്റ്റഡ് എനിവെയർ അറ്റ് എനി ടൈം അല്ലെ. നമ്മൾ അങ്ങനെ ഒരു സംഭവം നടക്കും എന്ന് അതുപോലെ ഉറപ്പാണ്. നമ്മളൊരു വെള്ളം എടുത്ത് ഇച്ചിരി പഞ്ചസാര ഒന്ന് കലക്കി, അല്ലെങ്കിൽ ഒരു ചായ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് പഞ്ചസാര കലക്കി അതിൻ്റെ അകത്ത് ഷുഗർ ഡിസോൾവ് ആകും അല്ലെങ്കിൽ അലിഞ്ഞു പോകും എന്ന് നമ്മൾ പറഞ്ഞാൽ അത് നടന്നിരിക്കും. അതിപ്പം ഞാൻ ഇന്ത്യയിൽ ചെയ്താലും കേരളത്തിൽ ചെയ്താലും അമേരിക്കയിൽ ചെയ്താലും ഉഗാണ്ടയിൽ ചെയ്താലും ഒരുപോലെ തന്നെ എന്തെങ്കിലും ഒരു വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തിനകത്ത് പഞ്ചസാര ഇട്ടാൽ അത് അലിഞ്ഞ് ചേരും അല്ലെ. അപ്പം അത് ഓൾറെഡി അറിയാവുന്ന ഒരു നോൺ ഫാക്ട് ആണ്. അപ്പൊ ദ ഫീച്ചർ ഓഫ് സയൻസ്, അപ്പൊ സയൻസിന്റെ കുറച്ച് ഫീച്ചർ പറയാം. അത് സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ്. ഓൾറെഡി എക്സ്പെരിമെന്റ് ചെയ്ത് അത് അങ്ങനെ നടക്കും എന്ന് ഉറപ്പ് വരുത്തിയ കാര്യങ്ങളാണ്. രണ്ടാമത്തെയാണ് പ്രിൻസിപ്പൽ ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റ്സ്. സയന്റിഫിക് പ്രിൻസിപ്പൽസ് ആർ ഫോം ത്രൂ ഒബ്സർവേഷൻ ആൻഡ് റിഗറസ് എക്സ്പെരിമെന്റ്സ്. അപ്പം ഓരോ പ്രിൻസിപ്പൽസും വരുന്നത്, അതായത് ന്യൂട്ടൺസ് തേർഡ് ലോ, ഫസ്റ്റ് ലോ എന്നൊക്കെ പറഞ്ഞ ഓരോ സംഭവങ്ങൾ എന്താണ്? എക്സ്പെരിമെന്റ്സിലൂടെയാണ് അവർ അല്ലെങ്കിൽ ഒബ്സർവേഷനിലൂടെയാണ് അവരത് എഴുതി വെച്ചിരിക്കുന്നത്. മാനേജ്മെന്റ് പ്രിൻസിപ്പൽസ് ഹാവ് ഓൾസോ ഇവോൾവ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് സം എക്സ്പെരിമെന്റ്സ്. അപ്പൊ നമ്മൾ ഫയോളിന്റെ പ്രിൻസിപ്പൾ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പം അങ്ങനെ ഓരോ ആൾക്കാരും എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്ത് എഴുതി വെച്ച കുറെ പ്രിൻസിപ്പൽസ് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഹൗവെവർ മാനേജ്മെന്റ് ഇൻവോൾവ്സ് ഹ്യൂമൻ ബിഹേവിയർ. പക്ഷെ ഇവിടെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്ന സാധനം സയൻസിന്റെ കേസിലാണെങ്കിൽ ഓക്കെ, കാരണം ഓൾറെഡി ഫിക്സഡ് ആയിട്ടുള്ള ഓരോ ഒബ്ജക്ട്സിനെ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റിന്റെ കേസിൽ മാനേജ് ചെയ്യുന്നത് നോർമലി ഇങ്ങനെ ജീവനില്ലാത്ത ഒബ്ജക്ട്സിനെ അല്ല, മനുഷ്യരായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. മനുഷ്യരുടെ നിൽക്കുന്ന നിപ്പിലുള്ള മറവി, അതുപോലത്തെ കുറെ സ്വഭാവ രീതികൾ കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വരും അല്ലെ. അപ്പം ആ ചേഞ്ചസിനനുസരിച്ച് എപ്പോഴും ഒരേ പ്രിൻസിപ്പിൾ തന്നെ ഏൽക്കണമെന്നില്ല അല്ലെ. ചില ആൾക്കാരുടെ സ്വഭാവം വ്യത്യസ്തകരമാണ്. അവരെ കൺവിൻസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ പല ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഹെൻസ് വൈൽ മാനേജ്മെന്റ് ഡ്രോസ് ഫ്രം സയന്റിഫിക് മെത്തേഡ്സ് ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് ആൻ ഇനാക്ട് സയൻസ് ഡ്യൂ ടു ഹ്യൂമൻ വേരിയബിലിറ്റി. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ടൊരു സയൻസ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഹ്യൂമന്റെ നേച്ചർ ഇങ്ങനെ വേരി ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊരു ഇനാക്ട് സയൻസ് ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. യൂണിവേഴ്സൽ വാലിഡിറ്റി. സയന്റിഫിക് പ്രിൻസിപ്പിൾ ഹോൾഡ്സ് യൂണിവേഴ്സൽ വാലിഡിറ്റി ആൻഡ് ആപ്ലിക്കബിലിറ്റി. അപ്പൊ നേരത്തെ പറഞ്ഞു യൂണിവേഴ്സലി വാലിഡബിൾ ആ. കാരണം ഒരു കാര്യം ഇങ്ങനെ നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നടന്നിരിക്കും. അത് എവിടെ ചെയ്താലും ആ സെയിം ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇൻ കോൺട്രാസ്റ്റ് മാനേജ്മെന്റ് പ്രിൻസിപ്പൽസ് ആർ നോട്ട് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ഡ്യൂ ടു ദർ ലാക്ക് ഓഫ് പ്രിസിഷൻ. അതായത് നമുക്കൊരു ഉറപ്പില്ല, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഉറപ്പില്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള ഒരു അവസ്ഥയാണ് മാനേജ്മെന്റ്. കാരണം ഹ്യൂമൻ ആയിട്ട് ഡീൽ ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതിന് ഒരു യൂണിവേഴ്സൽ വാലിഡിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ കൺക്ലൂഷനിൽ വരുമ്പോൾ നമ്മുടെ മാനേജ്മെന്റ് ആസ് എ സയൻസിൽ വരുന്ന എന്താണെന്ന് അറിയാമോ? ദാറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് എബവ് കമ്പാരിസൺ. നമ്മൾ നേരത്തെ കുറച്ച് കമ്പയർ ചെയ്തു. വി കൻ conclude that management cannot be considered as an exact or pure science. അതിനെ എക്സാക്ട് സയൻസ് എന്നോ പ്യുവർ സയൻസ് എന്നോ നമുക്ക് വിളിക്കാനായിട്ട് പറ്റത്തില്ല. അതിനെ ഒരു ഇനാക്ട് സയൻസ് എന്നേ നമുക്ക് വിളിക്കാനായിട്ട്
സാധിക്കത്തുള്ളൂ. മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പ്രൊഫഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എൻ ഓക്യുപ്പേഷൻ ബാക്ക്ഡ് ബൈ സ്പെഷ്യലൈസ്ഡ് നോളജ് ട്രെയിനിങ് വിച്ച് ഇസ് എൻറ്റേർഡ് ഇൻ എ റെസ്ട്രിക്റ്റഡ്. ഓക്കെ, അപ്പം അത് വളരെ എന്താണ്, അതിന് സ്പെഷ്യലായിട്ട് എക്സാംസ് കാണും, അല്ലെങ്കിൽ എല്ലാവർക്കും കാണുന്നവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർക്കൊന്നും ഇതുപോലെ സ്പെഷ്യലൈസേഷൻ കിട്ടത്തില്ല. ആ ഒരു കാര്യം, ഒരു പർട്ടിക്കുലർ സാധനം മാത്രം മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നതിനെയാണ് സ്പെഷ്യലൈസ് ചെയ്തു എന്ന് പറയുന്നത്. ഇപ്പം CA, ACCA, CMA, CS കാര്യങ്ങളൊക്കെ എന്താണ്, ഒരു പ്രൊഫഷനാണ്. കാരണം അവർ ഓരോ കാര്യങ്ങൾ അക്കൗണ്ടിങ്ങിൻ്റെ ഒക്കെ സ്പെസിഫിക് ആയിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് അവർ പഠിക്കുകയാണ് ചെയ്യുന്നത്. ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് പ്രൊഫഷൻ ആൻഡ് ദെയർ കമ്പാരിസൺ എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ആണ്. ഇവർക്കും വെൽ ഡിഫൈൻഡ് ഒരു സ്ട്രക്ചർ ബോഡീസ് കാണും. ആൻഡ് സിമിലർലി മാനേജ്മെന്റ് പ്രോസസ് ഡിഫൈൻ നോളജ് ബേസ്ഡ് ഓൺ റൂട്ടഡ് ആൻഡ് പ്രിൻസിപ്പിൾ ഡിറൈവ് ഫ്രം ദി എക്സ്പീരിയൻസ്. അപ്പം മാനേജ്മെന്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഓക്കെ, നമുക്ക് ആ മാനേജ്മെന്റിലും ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് MBA, BBA ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടൊക്കെ നമുക്ക് തിയറി കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമത്തെയാണ് റെസ്ട്രിക്റ്റഡ് എൻട്രി. റെസ്ട്രിക്റ്റഡ് എൻട്രി എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൊഫഷന്റെ ബേസിലാണെങ്കിൽ ഇപ്പം ഒരു ഡോക്ടർ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു CA ആവണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഓരോ പ്രൊഫഷണൽ കോഴ്സ് ഓരോ ആൾക്കാരാവണമെങ്കിലും നമുക്ക് എന്താണ്, അവരുടെ ഓരോ എക്സാംസ് എഴുതി ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് ആവാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വെറുതെ ഞാൻ കൊമേഴ്സ് പഠിച്ചു അതുകൊണ്ട് ഞാൻ CA ഖരൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന് എക്സാംസ് ഉണ്ട്. ആ എക്സാംസ് ഇന്ന മാർക്കിനുള്ളിൽ നമ്മൾ പാസ്സാവണം, ഇത്ര അറ്റംപ്റ്റ്സേ കാണത്തുള്ളൂ, അതിനുള്ളിൽ നമ്മൾ പാസ്സാവണം, അങ്ങനെ കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇപ്പം നൗഡേ ഹാവിംഗ് എ മാനേജ്മെന്റ് ഡിഗ്രി ഇസ് സീൻ ആസ് എൻ അഡ്വാൻറ്റേജ് ഓഫ് ഗെറ്റിംഗ് മാനേജീരിയൽ റോൾ. പക്ഷേ മാനേജ്മെന്റ് ബേസ് ചെയ്ത് നമുക്ക് ഒരു മാനേജർ ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ക്വാളിഫിക്കേഷൻ എന്ന രീതിയിൽ ഇവിടെ മാനേജീരിയൽ റോൾസ് കിട്ടാൻ വേണ്ടി മാനേജ്മെന്റ് ഡിഗ്രീസ് ഉണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആണെന്നേ ഉള്ളൂ. അല്ലാതെ ഇന്ന ആൾ എടുക്കണം എന്നൊന്നുമില്ല. ഇപ്പൊ സ്മോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു കട തന്നെ നടത്തുന്നില്ലേ, അപ്പോൾ അവർക്ക് ചിലപ്പോൾ 10ാം ക്ലാസ്സും കുസ്തിയായിരിക്കും, പക്ഷെ അവർക്ക് അത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു പ്രൊഫഷൻ എൻട്രി റെസ്ട്രിക്റ്റഡ് അല്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദർ ഇസ് നോ സ്ട്രിക്ട് എൻട്രി ബാരിയർ. ഹാവിംഗ് എ മാനേജ്മെന്റ് ഡിഗ്രി ഇസ് ബിക്കമിംഗ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ മാനേജീരിയൽ ജോബ്സ്. അപ്പോൾ മാനേജ്മെന്റ് ഡിഗ്രി വേണം എന്ന് പറയുന്നത് കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് മാനേജ്മെന്റ് ഡിഗ്രി അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊഫഷണൽ അസോസിയേഷൻ, കുറെ അസോസിയേഷൻസ് ഉണ്ട്. ഇപ്പം ഒരു ലോയർ ആണെങ്കിൽ ബാർ കൗൺസിലായിരിക്കും, അങ്ങനെ കുറെ അസോസിയേഷൻസ് ഉണ്ട്. പക്ഷെ മാനേജ്മെന്റിൽ അങ്ങനെ അസോസിയേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്സ്, കുറെ കാര്യങ്ങൾ ചെയ്യണം, കുറെ കാര്യങ്ങൾ ചെയ്യണ്ട എന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ റൂൾസ് നമ്മുടെ മാനേജ്മെന്റിലില്ല. പക്ഷെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റീനെ ഒന്ന് സഹായിക്കണം, പ്രോഫിറ്റ് കിട്ടുന്ന അനുസരിച്ച് തന്നെ സൊസൈറ്റീനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സർവീസ് മോട്ടീവ്, അതാണ് നേരത്തെ പറഞ്ഞത്. പ്രൊഫഷൻ എയിം ടു സർവ് ക്ലയൻസ് ഫെയ്ത്ത്ഫുള്ളി ലൈക്ക് ലോയേഴ്സ് അല്ലെ. ഇപ്പൊ ലോയേഴ്സ് ഒക്കെ വളരെ ഫെയ്ത്ത്ഫുള്ളി ആയിരിക്കും അവരുടെ ക്ലയൻസിനെ അവർ ഡീൽ ചെയ്യുന്നത്. മാനേജ്മെന്റ് മെയിൻ ഗോൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ്സ്, അവർ കൊടുക്കുന്ന സർവീസിലൂടെ അവർ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നാണ്. യെസ്, ദർ ഇസ് എ ട്രെൻഡ് ടുവേർഡ്സ് ബാലൻസിങ് പ്രോഫിറ്റ് വിത്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോ വൈൽ മാനേജ്മെന്റ് ഫോക്കസ് ഇറ്റ് സോൺലി ദ സർവീസ്, ദർ ഇൻക്രീസ് അവയർനെസ് ഓഫ് സോഷ്യൽ ഒബ്ലിഗേഷൻ അലോങ് ടു ദ ബിസിനസ് ഗോൾസ്. അതായത് ബിസിനസ് ഗോളിന്റെ കൂടെ തന്നെ ഒരു സോഷ്യൽ ഒബ്ലിഗേഷനും കാര്യങ്ങളൊക്കെ അവര് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഒരു കേസേ ഉള്ളൂ, ഇത് നിർബന്ധമില്ല. നമുക്ക് മാനേജീരിയൽ സ്റ്റഡീസ് ചെയ്താൽ മാത്രമേ നമുക്ക് മാനേജർ ആവാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ മാനേജ്മെന്റ് നല്ല രീതിയിൽ നോക്കി നടത്താൻ പറ്റത്തുള്ളൂ എന്നൊന്നുമില്ല. പക്ഷെ എന്നാലും ഇപ്പം ഇനി എനിക്ക് തോന്നുന്നു ഇനിയൊരു ഇയേഴ്സിൽ, ഇനി കമ്മിങ് ഇയേഴ്സിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം, ഇതുപോലെ ഓരോ കൗൺസിൽസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വരാം. കാരണം ഇപ്പോൾ ഒത്തിരി മാനേജ്മെന്റ് സ്റ്റഡീസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അടുത്തതാണ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സൂക്ഷിച്ച് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ സൈഡിൽ ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതി ഒരു സ്റ്റാറും കൂടി ഇട്ടോ, അത് വന്നിരിക്കും കേട്ടോ. ഇതെന്താണെങ്കിലും വരും, ഉറപ്പാണ്. 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പല മാർക്കിന്റെ രൂപത്തിൽ ഇത് വരും. അതുകൊണ്ട് ഈ ഒരു ടേബിൾ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചു വെച്ചോ. വളരെ സിമ്പിളാണ്. ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ ആർക്കാണ് ബുദ്ധിമുട്ട്? ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മിസ് ഇവിടെ നിന്ന് വരയ്ക്കുന്നില്ലേ? ഒരു ട്രയാങ്കിൾ, ഒരു ചെറിയൊരു ട്രയാങ്കിൾ വരയ്ക്കുക, 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 2 വര വരച്ചാൽ 3ആയിട്ട് ഡിവൈഡ് ആവും. മേളിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ടോപ്പ് മാനേജ്മെന്റ്, നടുക്കിരിക്കുന്ന ആൾക്കാരാണ് മിഡിൽ മാനേജ്മെന്റ്, താഴെ ഇരിക്കുന്ന ആൾക്കാരാണ് ഓപ്പറേറ്റീവ് മാനേജ്മെന്റ്. സിമ്പിൾ അല്ലേ? ഈ ഒരു പടം വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മെയിൻ ആണ്. നിങ്ങളുടെ ആൻസർ ഷീറ്റ് കാണുമ്പോഴത്തേക്ക് ടീച്ചർ ഫ്ലാറ്റ്. ഓക്കെ, ഇപ്പൊ ടോപ്പ് മാനേജ്മെന്റ് വരുന്നതാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ഉണ്ട്, ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ, എല്ലാം മെയിൻ ആയിട്ടുള്ള ഓഫീസേഴ്സ് അല്ലെങ്കിൽ ചീഫ് ഹെഡ് ആൾക്കാരൊക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ. പിന്നെ പ്രസിഡന്റ് ഉണ്ട്, മാനേജിംഗ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇവരൊക്കെയാണ് ടോപ്പ് മാനേജ്മെന്റിൽ ഇരിക്കുന്നത്. അവരാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, മിഡിൽ ഐഡിയാസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ മിഡിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ചെയ്യുന്ന, എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആൾക്കാരാണ്. മാർക്കറ്റിംഗ് മാനേജേഴ്സ് ഉണ്ട്, പർച്ചേസ് ഹെഡ്, ബ്രാഞ്ച് മാനേജർ, ഫിനാൻസ് മാനേജർ, അങ്ങനത്തെ ആൾക്കാർ, മാനേജേഴ്സ് ഒക്കെ ആയിരിക്കും കൂടുതലും മിഡിൽ മാനേജ്മെന്റിൽ വരുന്നത്. മിഡിൽ M വെച്ച് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാനേജേഴ്സ് എന്നൊരു പേര് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം ചാടി വീണ് എഴുതിക്കണം, മിഡിൽ മാനേജ്മെന്റ് ആണ്. ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്
രണ്ടാമത് അവരുടെ താഴെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തി എക്സിക്യൂട്ട് ചെയ്ത് ഇതിന്റെ താഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെയാണ് ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോവർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. യെസ്, അതിൽ സൂപ്പർവൈസേഴ്സ് ഉണ്ട്, ഫോർമൻ ഉണ്ട്, ജൂനിയർ മാനേജർ ഉണ്ട്, ഇൻസ്പെക്ടർ ഉണ്ട്, ക്ലർക്ക് ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കാതെ പോലെ. പിന്നെ ലാസ്റ്റ് ഒരു ടോപ്പിക്കാണ് കോർഡിനേഷൻ. എന്താണ് കോർഡിനേഷൻ? എല്ലാവരെയും ഒന്നിച്ച് കൂട്ടിക്കൊണ്ട് വരുന്നവരെയാണ് നമ്മൾ കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഒരു ടൂർ പോകുമ്പോഴത്തേക്ക് മെയിൻ ആയിട്ട് ഒരാൾ കാണും, ആളെല്ലാവരെയും കളക്ട് ചെയ്ത് ഓരോരുത്തരുടെ നമ്പറൊക്കെ കളക്ട് ചെയ്ത് എല്ലാവരെയും ഒന്നിച്ച് പൈസയൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു വ്യക്തിനെ നമുക്ക് കോർഡിനേറ്റർ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് മാനേജർ സിൻക്രണൈസ് അല്ലെങ്കിൽ കോർഡിനേറ്റ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ടു എൻഷുർ യൂണിറ്റി ഓഫ് ആൻ ആക്ഷൻ. അതായത് ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പല ഡിപ്പാർട്ട്മെന്റ്സ് കാണും, ആ ഡിപ്പാർട്ട്മെന്റ്സിനെ എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുവരുന്നതിനെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. കോർഡിനേഷൻ ഇന്റഗ്രേറ്റ്സ് ഗ്രൂപ്പ് എഫേർട്സ്. ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് ഇന്റഗ്രേറ്റ്സ് ഡൈവേഴ്സ് ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻ ടു ഗ്രൂപ്പ് ആക്ടിവിറ്റി. അല്ലെ, ഇങ്ങനെ ചെതറിയിരിക്കുന്ന ബിസിനസ് ആക്ടിവിറ്റിനെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് കൊണ്ടുവരുന്നു. ഇറ്റ് എൻഷുർസ് ഓൾ പീപ്പിൾ വർക്ക് ഇൻ വൺ ഡയറക്ഷൻ ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾ. എല്ലാവരും ഒരേ ഒബ്ജക്റ്റീവിലായിരിക്കും വർക്ക് ചെയ്യുന്ന എന്ന കാര്യങ്ങൾ എൻഷുർ ചെയ്യുക. കോർഡിനേഷൻ എൻഷുർ യൂണിറ്റി ഓഫ് ആക്ഷൻ. എല്ലാവരും ഒന്ന് ചെയ്യുക. എല്ലാവരും അല്ലെങ്കിൽ ഞാനൊന്നും അവരോട് ജോലി ചെയ്യത്തില്ല, ഞാൻ മാറി നിൽക്കും എന്ന് പറഞ്ഞ് അങ്ങനെ മാറി നിൽക്കാൻ പറ്റത്തില്ല. എല്ലാവരും ഒന്നിച്ച് യൂണിറ്റിയോടെ പണിയെടുക്കുക. കോർഡിനേഷൻ ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇന്ന് ഞാൻ എല്ലാവരും വിളിച്ചൊക്കെ കോർഡിനേറ്റ് ചെയ്ത് നാളെ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നാളെ ചെയ്തില്ലെങ്കിൽ അവിടെ അടുത്ത പണി വരും. അതുകൊണ്ട് തന്നെ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. കോർഡിനേഷൻ ഇസ് ഓൾ പെർവാസീവ് ഫംഗ്ഷൻ. എന്താണ് പെർവാസീവ്? തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് മിസ് പറയാറില്ലേ, അതാണ് പെർവാസീവ്. എല്ലായിടത്തും ഉണ്ട്. അപ്പം എല്ലായിടത്തും അത് യൂസ് ചെയ്താൽ മാത്രമേ സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. കോർഡിനേഷൻ ഇസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്. മാനേജ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് മാനേജേഴ്സ് എന്ന് വിളിക്കാൻ പറ്റത്തില്ലേ? അപ്പം ഈ മാനേജേഴ്സിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി ആണ് കോർഡിനേറ്റ് ചെയ്യുക. അല്ലെ, പല ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരെ വിളിച്ചുകൂട്ടി അല്ലെങ്കിൽ ഓരോരോ സെക്ടേഴ്സിലെ ആൾക്കാരെ വിളിച്ചുകൂട്ടി കോർഡിനേറ്റ് ചെയ്യുന്നതിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന മാനേജേഴ്സിനാണ്. കോർഡിനേഷൻ ഇസ് എ ഡെലിബറേറ്റ് ഫംഗ്ഷൻ. എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ കണ്ടിന്യൂസ് എഫേർട്ട് ഓഫ് പാർട്ട് ഓഫ് എവറി മാനേജർ. ഒരു മാനേജറിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ട് ഇടേണ്ട ഒരു കാര്യമാണ് ഈ കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് വോളണ്ടറി എഫേർട്ട് ഓഫ് എംപ്ലോയീസ് ടു ഹെൽപ്പ് വൺ അനദർ. അതായത് അവർ തന്നെ വിചാരിക്കണം, അവർ കൂടെയുള്ള ആൾക്കാരെ അവർക്ക് സഹായിക്കണമെന്ന്. കോർപ്പറേഷൻ in the absence a coordination may lead to waste of effort. ഇവിടെ പറയുന്നുണ്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബോണ്ട് ഇല്ല അല്ലെങ്കിൽ ഒരു കോപ്പറേഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോർഡിനേഷന് എന്താണ്, ഒരു വിലയും കാണത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, ഇത്രയും കാര്യങ്ങൾ നമ്മൾ വായിച്ചു പഠിച്ചിട്ടുണ്ട്. അപ്പം അത് എൻ്റെ കുഞ്ഞുങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. യെസ്, അപ്പം ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ഒക്കെ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുക. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റിന്റെ ഈ ഒരു പോർഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഈ ഒരു പോർഷൻ മിസ് കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചാപ്റ്ററും ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് വരാം. അതുവരെ ബൈ.